എല്ലാവർക്കും സ്വാഗതം. വരുവിൻ 2577 പ്രവേശിക്കാം. വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായിട്ടുള്ള ഈ ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിന് വേണ്ടി ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത്. കാറ്റഗിസത്തിൽ 2577 പേജ് നമ്പർ 621. വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായിട്ടുള്ള ഈ ഗാഢബന്ധത്തിൽ നിന്നാണ്. അതാണ് ഗാഢബന്ധം. നമ്മൾ ദൈവവുമായി ഉള്ള ഗാഢബന്ധമുണ്ടാകണമെങ്കിൽ നമ്മൾ കോപിക്കുന്നവരും നമ്മൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഗാഢബന്ധം ഉണ്ടാകണേ? ആ ദൈവത്തെ പോലെയുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾക്ക് ഉണ്ടാകാൻ സാധിക്കും. ദൈവത്തിൻ്റെ മനോഭാവം എന്താണ് കണ്ടോ? വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന കാര്യം ദൈവം നടത്തും. എനിവേ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇത് നടന്നില്ല, അതുകൊണ്ട് ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിന് പല കാരണങ്ങളുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച മാതിരി നടന്നില്ല, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടും നടന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ആന്തരിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കണമാതിരി ചെയ്തു തരുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ വിസ്മരണീയമായ കാര്യം ചെയ്യും. അപ്പോൾ മോശയെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവത്തെക്കുറിച്ച് മോശ മനസ്സിലാക്കിയതാണ്. ഈ അത്യുദാരനുമായ ദൈവവുമായുള്ള ഈ ഗാഢബന്ധം ആ ഗാഢബന്ധമാണ്. ആ ഗാഢബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ മറ്റൊന്നാണ്. അതൊരവസ്ഥയാണ്. സഹനങ്ങളുണ്ടാകും, അതിഭയാനകമായ സഹനങ്ങളുണ്ടാകും. അത് ഗാഢബന്ധത്തിൻ്റെ ഒരവസ്ഥയാണ്. അത് ഈശോ തന്നെ അനുഭവിച്ച ആ ഭയാനകമായ സഹനങ്ങൾക്ക് അത് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും വിചാരിക്കും, യേശു ക്രിസ്തു അതൊക്കെ സഹിച്ചു കഴിഞ്ഞില്ലേ? കുരിശിൽ യേശു സഹിച്ചില്ലോ. കുരിശിൽ യേശു സഹിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒരാൾക്കും മനസ്സിലാകാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയാനകമാണത്. നമ്മൾ ചില സിനിമയിലും ചില പുസ്തകങ്ങളുടെ വാക്കുകളിലെല്ലാം കണ്ടു. അതൊന്നും അതിൻ്റെ അടുത്ത് പോലും നിൽക്കില്ല. നമ്മൾ അധികവും അക്ഷരങ്ങളിലാണ് എല്ലാം വായിക്കുന്നത്, ചിത്രങ്ങളിൽ ആണ് കാണുന്നത്. ഇതിലൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ദൈവം മനുഷ്യന് വേണ്ടി സഹിച്ച ആ ഭയാനകമായ സഹനം. അതുകൊണ്ട് ദൈവം ഓരോരുത്തരുടെയും വിളി അനുസരിച്ച് ചിലവർക്ക് അതെല്ലാം അല്പം കൊടുക്കും, അതിൻ്റെ അനുഭവം കൊടുക്കും. മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ചിലവർക്ക്. ഇപ്പോൾ നമ്മൾ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. എന്നല്ല, അത് അനേകം മറ്റ് വിശുദ്ധരും. ഓക്കെ, ഒന്നുകൂടി. വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായുള്ള. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ വാക്കിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എന്തോ ഒരു വലിയ രഹസ്യമാണ്. ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിന് വേണ്ടി
ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത്. 23 എക്സോഡസ് 34:6, എക്സോഡസ് 34:6, പുറപ്പാട് 34:6. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, പിന്നെയോ ദൈവം തൻ്റെ സ്വന്തമാക്കി തീർത്ത ജനത്തിന് വേണ്ടിയത്രേ. അമലേക്യരുമായുള്ള യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയും പിന്നെ മറ്റൊരു സ്ഥലത്ത് തൻ്റെ സഹോദരി മിരിയാമിന് രോഗശാന്തി ലഭിക്കാനും മോശ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാൽ മുഖ്യമായും അവരുടെ വിശ്വാസ നീരസത്തിന് ശേഷമാണ് മോശ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ അവർക്ക് മറയായി നിന്നത്. കണ്ടോ, അവരുടെ വിശ്വാസം, അവർ ദൈവത്തിലുള്ള വിശ്വാസവും സ്നേഹവും വിട്ട് ദൈവത്തിനെതിരായിരിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് മോശ മറയായി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ എന്തെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരുതരം നിഗൂഢാത്മകമായ പോരാട്ടമാണ്. പിൽക്കാലത്ത് യഹൂദ ജനതയുടെ ഇടയിലും സഭാ സമൂഹത്തിലും മഹാന്മാരായ മധ്യസ്ഥരുടെ ധൈര്യത്തിന് പ്രചോദനം നൽകുന്നു. ദൈവം സ്നേഹമാകുന്നു, നീതിമാനും വിശ്വസ്തനുമാകുന്നു. അവിടത്തേക്ക് സ്വയം നിഷേധിക്കാനാവില്ല. തൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടുന്ന് അനുസ്മരിക്കും. അത് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രശ്നമാണ്. തൻ്റെ നാമം പേറുന്ന ജനതയെ പരിത്യജിക്കുക അവിടത്തേക്ക് സാധ്യമല്ല. നമ്മൾ മോശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചു, മോശ വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു മുൻ രൂപമാണ്, ഒരു മുന്നോടിയാണ്. മോശയുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ നല്ലതാണ്. മോശയ്ക്ക് ഇത്ര വലിയ ഒരു വിളിയുണ്ട്. അത് മോശ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ആ വിളിയുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈജിപ്തിലെ ആൺകുട്ടികളെ എല്ലാം എബ്രായർ വലുതാവുന്നു, എബ്രായ സമൂഹം വളരെ ശക്തരായി വരുന്നത് കണ്ടിട്ട് ഫറവോ ഒരു പ്രഖ്യാപനം നടത്തി, ഈ എബ്രായ കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുക. കണ്ടോ, അവിടം തന്നെ ക്രിസ്തുവിൻ്റെ ജനനവും മോശയുടെ ജനനത്തിലും നമുക്ക് ഒരു ടിപ്പോളജി കാണാം. അങ്ങനെ ഈശോ ജനിച്ചപ്പോൾ അനേകം കുഞ്ഞ് മക്കളെ വധിച്ചതുപോലെ തന്നെ മോശ ജനിച്ചപ്പോഴും അനേകം കുഞ്ഞുങ്ങളെ വധിച്ചു ഫറവോ. എന്നിട്ടും കണ്ടോ, ഇതാണ് ദൈവത്തിൻ്റെ വിസ്മയനീയത എന്ന് പറയും, ദൈവത്തിൻ്റെ നിഗൂഢാത്മകത. ഫറവോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നാലും ദൈവം ഇസ്രായേൽ ജനത്തിനെ വിമോചിപ്പിക്കാൻ വേണ്ടി അന്നേ തിരഞ്ഞെടുത്ത മോശയെ കൊല്ലാൻ സാധിച്ചോ? ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിന്തിക്കൂ. കണ്ടോ, ഇങ്ങനത്തെ ഒരു നിഗൂഢതയുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും വിളിയിൽ. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ഫറവോ കുറേ കുഞ്ഞുങ്ങളെ കൊന്നിട്ടും മോശയെ തൊടാൻ പറ്റിയില്ല. മാത്രമല്ല, മോശയെ ആ ഫറവോയിൻ്റെ ഭവനത്തിൽ തന്നെ വളർത്തിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശയെ ഇതറിഞ്ഞിട്ട് അവർ സൂക്ഷിച്ച്, മോശയെ കണ്ടാൽ അതിസുന്ദര കുഞ്ഞ്. മോശയുടെ മാതാപിതാക്കൾ മോശയെ ഒളിച്ചു വെച്ചു.
അവസാനം നിവൃത്തിയില്ല എന്നായപ്പോൾ അവരെന്ത് ചെയ്തു? മോശയെ ഒരു കൊട്ടയിൽ, ഒരു ചെങ്ങാടം പോലെ ഒരു കൊട്ടയിൽ കിടത്തിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കി. അങ്ങനെ മോശ ആ ഫറവോയുടെ രാജകുടുംബത്തിലെ അന്തഃപുരവാസികൾ, സ്ത്രീകൾ കുളിക്കുന്ന ആ സ്ഥലത്തിലൂടെ ഒഴുകി പോകുമ്പോഴാണ് അവർ കണ്ടുപിടിച്ചത്. എന്താണ് ആ കൊട്ടയിലൊന്ന് വലിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സുന്ദരനായ ഒരു കുട്ടി. അപ്പോൾ അവിടെ മക്കളില്ലാതിരുന്ന ഒരു സ്ത്രീ ആ കുഞ്ഞിനെ ഇതിലെനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തു. അങ്ങനെ ഫറവോയുടെ ഭവനത്തിൽ തന്നെ അവൻ വളർന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? മോശയുടെ വിളി നോക്കൂ. അപ്പം ഇങ്ങനെ നമ്മളെല്ലാവരെയും സംബന്ധിച്ചൊരു വിളിയുണ്ട്, ഒരു വിളിയുണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ മുതൽ നമ്മൾ വിശ്വസിക്കണം. ആ വിളിയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ വിളിയോടുള്ള വിശ്വസ്തത, വിളി എന്താണെന്ന് മനസ്സിലാക്കുകയും ആ വിളിക്ക് വേണ്ടി ഇനി മോശ അതുപോലെ വളർന്നു. മോശ ആ രാജകുടുംബത്തിൽ സ്വന്തം മകനെ പോലെ വളർന്നു. അവസാനം മോശയ്ക്ക് മനസ്സിലായി, ഞാനൊരു എബ്രായനാണെന്ന്. മോശയ്ക്ക് മനസ്സിലായി ആ രഹസ്യം. മോശയ്ക്കത് മനസ്സിലായ ഉടനെ രാജകുടുംബത്തിലെ ഒരു രാജകുമാരനായിരുന്ന മോശ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ജനത്തിൻ്റെ വേദനകൾ, തൻ്റെ ജനം അനുഭവിക്കുന്ന ചാട്ടവാറുകളടി, തൻ്റെ സ്വന്തം അമ്മ തന്നെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, തൻ്റെ പെറ്റമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടു. തൻ്റെ ജനത്തിൻ്റെ വേദന മോശ അനുഭവിക്കാൻ വേണ്ടി ആ രാജകുടുംബത്തിലെ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് മോശ ഒരടിമയായിട്ട് മാറുന്നു. ഇതാണ് വിശ്വാസം. ഒന്ന് ചിന്തിക്കൂ. മോശയ്ക്ക് ഇതുപോലൊരു വിളി ഉണ്ടായിരുന്നിട്ട് മോശ ഇത്രയും വിശ്വസ്തനായി തൻ്റെ ജനത്തിനോടൊപ്പം സഹിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് മോശയ്ക്ക് ഇതാ തൻ്റെ ജനത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരാളെ കൊല്ലേണ്ടി വന്നു. മോശ ഒരു കൊലപാതകിയായി. കണ്ടോ? എന്തിനാണ് ദൈവം ഇത് അനുവദിച്ചത്? എന്നാൽ ആ കൊലപാതകം കൊണ്ടൊന്നും മോശയുടെ വിളി പോകുന്നില്ല. അങ്ങനെ കൊലപാതകിയായതുകൊണ്ട് ഇതാ നിയമപാലകർ മോശയെ അവിടുന്ന് നാട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. മോശ നാട് വിട്ടു പോകുന്നു. മോശ നാട് കടത്തപ്പെടുന്നു. അങ്ങനെ മോശ അവിടുന്ന് നാട് കടത്തപ്പെടുമ്പോൾ മോശ അതിഭയാനകമായ കല്ലും മുള്ളും ആഗ്നേയ സർപ്പങ്ങളും നിറഞ്ഞ മരുഭൂമിയിലൂടെ ഇതാ പോകുന്നു. എവിടേക്കാണെന്ന് അറിഞ്ഞുകൂടാ പോകുന്നു. രാജകുടുംബത്തിൽ പിറന്നവൻ, അല്ലെങ്കിൽ രാജകുടുംബത്തിൽ വളർന്നവൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവം തിരഞ്ഞെടുത്ത് രക്ഷിച്ച് കൊട്ടയിൽ ഒഴുക്കി രക്ഷിച്ചു കൊണ്ടുവന്ന ആ മകൻ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? എന്തിന് ദൈവം ഇതെല്ലാം നടത്തി? എന്തിന് ദൈവം ഇതെല്ലാം അവനെ കൊണ്ട് അനുഭവിപ്പിക്കുന്നു? ഇതാണ് വിളിയുടെ ഒരു പ്രത്യേകത. മോശയെ കരുത്തുള്ളവനാക്കുകയാണ്. അങ്ങനെ ആഗ്നേയ സർപ്പങ്ങളുടെയും മരുഭൂമിയിലൂടെയും മോശയെ നയിച്ച് അവസാനം മോശ ചെന്നെത്തുന്നത്, മോശയ്ക്ക് തൻ്റെ ഭാര്യയെ കിട്ടുന്നു. മോശയ്ക്ക് അവിടെ ഒരു കുടുംബം ഉണ്ടാകുന്നു. ഒരു കുടുംബസ്ഥനായിട്ട് മോശയെ വളർത്തുന്നു. കണ്ടോ? മോശയുടെ അഭിഷിക്തം ഒരു കുടുംബസ്ഥനായിട്ടാണ്. കുടുംബങ്ങളുടെ വിളി ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കിക്കോ. അവസാനം മോശയെ കർത്താവല്ലേ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ആ
ആ കത്തിജ്വലിക്കുന്ന മുൾപടർപ്പിലേക്ക് കൊണ്ടുവന്നെത്തുന്നു. അവിടെ നിന്ന് മോശയെ അഭിഷേകം ചെയ്യുകയാണ് കർത്താവ്. ഞാൻ നിന്റെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ടു. കരച്ചിലാണ് വിഷയം എല്ലായിടത്തും. സഹനമാണൊരു വിഷയം. സകല അഭിഷേകത്തിൻ്റെയും അടിയിൽ സഹനമുണ്ട്. സഹനമില്ലാതെ ഒരു അഭിഷേകവുമില്ല. മോശ ജനിച്ചപ്പോൾ തന്നെ അതിഭയാനകമായ സഹനം. എന്തിന് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തു? എന്തിന് ഇത്രയായിരം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു? ഇതെല്ലാം നമ്മൾക്ക് ചോദ്യമുണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതിനെല്ലാം ഉത്തരമുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിക്ക് ഇത് മനസ്സിലാവില്ല എന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മോശയെ എല്ലാവിധ തിരമാലകൾക്കും നേരിടാനായി ആഗ്നേയ സർപ്പങ്ങളുടെയും മരുഭൂമിയിലെ അനുഭവത്തിനെല്ലാം അനുഭവിപ്പിച്ചുകൊണ്ട് മോശ ഇതാ തിരിച്ചു വരുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. ഇനി മോശയുടെ സ്ഥാനത്ത് നമ്മൾ അല്പം അങ്ങ് മാറ്റിയാൽ മതി. മോശയുടെ സ്ഥാനം ക്രിസ്തുവിനാക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയായി. നമ്മൾ മോശയാനിയല്ല. നമ്മൾ മോശയുടെ അതെല്ലാം നമ്മൾ പഠിക്കണം. പക്ഷെ ഇപ്പോൾ നമ്മൾ മോശയേക്കാൾ വലിയ സ്ഥാനത്താണ്. നമ്മൾ മനസ്സിലാക്കിയ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായ ഒരു ഭൃത്യനായിരുന്നു. എന്നാൽ ക്രിസ്തു ദൈവഭവനത്തിൽ ഭൃത്യനല്ല, പുത്രനായിരുന്നു. ആ പുത്രൻ ദൈവപുത്രനായ ക്രിസ്തുവിലാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യം, മോശ കുരിശിൽ മരിച്ചില്ല. മോശ കുരിശിൽ പീഡ അനുഭവിക്കേണ്ടി വന്നില്ല. യേശു മോശയേക്കാൾ ഭയാനകമായി തൻ്റെ ജനത്തിൻ്റെ വേദന, തൻ്റെ ജനത്തിന് വേണ്ടി പീഡ അനുഭവിച്ച ആ പീഡ കൂടി നമ്മൾക്ക് കിട്ടാനുള്ള എല്ലാ വഴിയാണത്. ഇവിടെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ഫോർമേഷനിൽ നമ്മൾ പീഡകളും യാതനകളും സഹനങ്ങളും എങ്ങനെ ഒഴിവാക്കണം എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലർ പറയും, എൻ്റെ ബ്രദറെ, ഇപ്പോൾ ഒരു ഫോറിൻ കേസാണ്, എൻ്റെ ബ്രദറെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ എന്തോരം കഷ്ടപ്പെട്ടതറിയാം. എൻ്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ വളർത്തി അവർക്ക് എന്ത് വേണം കൊടുക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ് ഇരുന്നെങ്കിലും ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. സ്കൂളിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണ ഉപ്പുമാവാണ് ഭക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ഇരുന്നത് ഭക്ഷിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയി കളിച്ച് നടക്കും, എൻ്റെ ട്രൗസർ മുറുക്കി കുത്തിക്കൊണ്ട്. വിശന്ന ഒരു പണക്കിനാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചത്. അതുപോലെ ഞങ്ങളുടെ മക്കൾക്കുണ്ടാകരുതെന്ന്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം മുഴുവൻ. അങ്ങനെ മക്കളെ നമ്മൾ ഇതൊന്നും ഒരു സഹനവുമില്ലാത്ത രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. വ്യത്യാസം അതാണ്. ആ സഹനത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. സഹനത്തിൻ്റെ വില, കഷ്ടതയുടെ വില. ക്രിസ്തീയതയുടെ ആരംഭം മുഴുവനും മോശയായാലും ഈശോയായാലും അവരുടെ ബാല്യകാലം മുഴുവനും അവരുടെ ജീവിതകാലം മുഴുവനും വളരെ ഭയാനകമായ കഷ്ടതയിലൂടെയാണ് വളർന്നത്. അതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ എന്താ വഴി? അതിനെ എന്ത് തരത്തിൽ നമുക്ക് നമ്മുടെ തലമുറയിലേക്ക് കൈമാറാൻ പറ്റും? നടക്കണ കാര്യമല്ല, ഇല്ലേ?
അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ? നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യണം, നമ്മൾ കാശുണ്ടാക്കണം, കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാക്കി ജീവിക്കണം. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു വഴി വേറൊരു വഴിയാണ്. ആഗ്നേയ സർപ്പങ്ങളുടെയും മരുഭൂമിയിലെയും വഴിയൊന്നും അല്ല, ടാറിട്ട റോഡിലൂടെയാണ് പോണത്. അതാണ് സുവിശേഷത്തിൽ പറയുന്നത്, ഇടുങ്ങിയ വഴിയിലൂടെ പോകുവീൻ. ഇടുങ്ങിയ വഴിയിലൂടെ പോകുവീൻ. എന്നാൽ വിനാശത്തിലേക്കുള്ള വഴി വളരെ വിസ്തൃതമുള്ളതും വളരെ സുഖകരമായ വഴിയാണ്. ഇതിനുത്തരം എവിടെയാണ്? ഇതിനുത്തരം ഏത് കുടുംബം ചെയ്യും? ഏത് സ്കൂളിൽ ഇത് പഠിക്കും? നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കും? എന്നാൽ ഇന്നും ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ഭയാനകമായ രീതിയിൽ വളരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ തന്നെ ഇടവകകളിലും നാട്ടിലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരിശീലനത്തിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഇതാണ്. മോശയും ക്രിസ്തുവും കോമൺ ഫാക്ടർ എന്താണ്? ഇവരിലുള്ളൊരു കോമൺ ഫാക്ടർ, ഇവർ രണ്ടുപേരും അതിഭയാനകമായ സഹനത്തിലൂടെയാണ് ജീവിച്ചത്, വളർന്നത്. എന്നാൽ അതിഭയാനകമായ സഹനത്തിൻ്റെ മധ്യത്തിൽ അവർ വിശ്വസ്തരായിരുന്നു. കണ്ടോ? വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായുള്ള ഗാഢബന്ധത്തിനാണ് മോശ. അപ്പോൾ ഈശോ നമ്മളെപ്പോലെയുള്ള ദൈവമാണെന്നാൽ ഈ മോശയെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിട്ട് ആണ് ജനിച്ചതും വളർന്നതുമെല്ലാം. അങ്ങനെ തൻ്റെ ജനത്തിൻ്റെ വേദനകൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളിപ്പോൾ അധികവും എയർ കണ്ടീഷൻ ചാപ്പലുകളിലും എല്ലാവിധ സുഖസൗകര്യങ്ങളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയായി മാറിയിരിക്കുന്നു. ഇതൊന്നും ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയണത്. ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ വേറെ എന്തോ കണ്ടുപിടിക്കാനുണ്ട്. അത് ഓരോരുത്തരുടെയും ജീവിത രീതി അങ്ങനെ ആയിപ്പോ. പക്ഷേ ദൈവം തന്നെ അറിഞ്ഞുകൊണ്ടാണല്ലോ അങ്ങനെ ആക്കിയത്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും സഹനം തരും. ആ സഹനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ആ സഹനം സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് കരുത്തുണ്ടാവുകയുള്ളൂ. തിരമാല ഉണ്ടോ? തിരമാലയില്ലാതെ വെറും പ്ലെയിനായിട്ടുള്ള ഒരു സമുദ്രത്തിലല്ല നമ്മുടെ ജീവിതം. തിരമാല ഉണ്ടാകണം. ഇത് പറയാൻ കാരണം മോശയും യേശുവും ഇവർ രണ്ടു പേരും നമ്മുടെ പ്രാർത്ഥനയുടെ വീര്യത്തിൻ്റെ ഒരു മോഡലാണ്. മോശയിലൂടെ നമ്മൾ പഠിക്കുന്നു. ഹൈസ്കൂളാണ് മോശ, എന്നാൽ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയാണ് യേശു. മോശയിൽ നിന്നാൽ പോരാ, യേശുവിലേക്ക് വരണം. അപ്പോൾ ആ മോശയുടെ കാലഘട്ടം ഒന്ന്, അതിലൂടെ നമ്മൾ പഠിച്ചു വന്നു. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം പ്രാർത്ഥന എന്നത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഉയർച്ച. അപ്പോൾ അത് നമുക്കിവിടെ മനസ്സിലാക്കാം. കർത്താവ് മോശയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് നല്ല മനുഷ്യർക്ക് വേണ്ടിയോ, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയോ, ദൈവത്തോട് ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയൊന്നുമല്ല. കണ്ടോ, വിശ്വാസം നിരാകരിച്ചവർക്ക് വേണ്ടിയാണ്. എന്നാൽ മുഖ്യമായും അവരുടെ വിശ്വാസ നിരസത്തിന് ശേഷമാണ് ഇവിടെ വിശ്വാസ നിരാസത്തിന് ശേഷം. അത് ഒരുപക്ഷെ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു വാക്ക് മലയാളത്തിൽ. ഒരു അപ്പോസ്റ്റസി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോസ്റ്റസി, അവരുടെ വിശ്വാസത്തെ അവർ തിരസ്കരിച്ചു. ജനമിതാ കാളക്കുട്ടിയെ
ദൈവമായിട്ട് കണക്കാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ സത്യദൈവവുമായിട്ട് മുഖാമുഖം സംസാരിച്ചു കഴിഞ്ഞു വന്ന മോശ കാണുന്നത് തൻ്റെ ജനം ഈജിപ്തിൽ നിന്ന് ഇത്ര അത്ഭുതങ്ങൾ നടത്തി കർത്താവ് മോചിപ്പിച്ചു കൊണ്ടുവന്ന ജനം എവിടെ പോയിരിക്കണം? വിശ്വാസത്തിൽ. അപ്പോൾ പ്രധാനമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്? വിശ്വാസത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമ്മുടെ ജനം വിശ്വാസത്തിൽ എവിടെയാണ്? അതിനുവേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അവർ സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികൾ ദൈവത്തെക്കാൾ ഉപരി മറ്റ് പലതിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നേറുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, അവരുടെ മേൽ കരുണ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ജനത, വിശ്വാസത്തെ നിരസിച്ചിരിക്കുന്ന ജനത, വേണ്ട, ഞങ്ങൾക്ക് ദൈവം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ജനത, അവർക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയല്ല, ഞാൻ വന്നിരിക്കുന്നത് അവിശ്വാസികളെ തേടിയാണ്. അഥവാ ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, മറിച്ച് പാപികളെ തേടിയാണ്. പാപികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? പാപികൾ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഒരു മടിയുമില്ലാതെ, വേണ്ട, ഞങ്ങൾക്ക് ദൈവം വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടംമാതിരി ജീവിക്കും. വിശ്വാസമോ വിശ്വാസത്തിൻ്റെ പ്രബോധനമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതാണ് മിരിയം പറഞ്ഞു, മോശയോട് മാത്രമേ ദൈവം സംസാരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കാത്ത എന്താണ്? മോശയുടെ സ്വന്തം സഹോദരിയായ മിരിയമാണ് പറയണത്. മോശ ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എല്ലാവരെയും ഇങ്ങനെ നടത്തണം. മോശയോട് മാത്രമേ ദൈവം സംസാരിക്കുള്ളൂ. കണ്ടോ, ഇത് കേട്ട ഉടനെ തന്നെ കർത്താവിൻ്റെ ആ വിസ്മയനീയതയ്ക്കെതിരായി അവൾ സംസാരിക്കുകയും കർത്താവിൻ്റെ അഭിഷിക്തനെ പുച്ഛിച്ച് സംസാരിക്കുകയും, കർത്താവ് അവനെ വിളിച്ചിരിക്കുന്നത് കർത്താവാണ്, കർത്താവ് സംസാരിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല, പ്രപഞ്ചത്തിന് മുഴുവനും വേണ്ടിയാണ് സംസാരിക്കുന്നത്. പ്രവചനമാണ് മോശയോട് ഭർത്താവ് പറയണത്. അതിനെ തിരസ്കരിച്ച മിറിയാമിൻ്റെ ശരീരം മുഴുവനും കുഷ്ഠം പിടിക്കണം. കണ്ടോ? എന്നാൽ എന്നിട്ട് മോശ പറയാണ്, കർത്താവേ കരുണ കാണിക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹമുള്ളവരെ, വെല്ലുവിളികളാണ്. നമ്മുടെ ജീവിതം ഒരു ടാറിട്ട റോഡിലൂടെ അല്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കുരിശിൻ്റെ യോഹന്നാൻ പറഞ്ഞ വാക്ക്, വെൻ യു ആർ ഓൺ യുവർ വേ, abandon that way, go to another way where there is no way. കണ്ടോ, ഇത് വളരെ മാച്ചിങ് ആവുന്നുണ്ട്. മോശ ഫറവോയിൻ്റെ പോലീസുകാരെ, പട്ടാളത്തെ പേടിച്ചോടുമ്പോൾ തീർച്ചയായിട്ടും മോശ പോകുന്നത് ശരിയായ ഒരു യഥാർത്ഥ വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെ പോവുകയാണ്. ഒരു വഴിയുമില്ലാത്ത വഴി, മണലാരണ്യം, കണ്ണെത്താതെ കിടക്കുന്ന ഭീകര മരുഭൂമിയിലൂടെ പോവുകയാണ്. അവിടെ എന്തുണ്ട്? ആഗ്നേയ സർപ്പങ്ങളും ഭയാനകമായ അവസ്ഥയുണ്ട്. അതിലൂടെ മോശയെ കർത്താവ് കൊണ്ടുപോയി. വെൻ യു ആർ ഓൺ യുവർ വേ, നമ്മൾ കാണുന്ന വഴിയെല്ലാം വളരെ നന്ന വഴി, എല്ലാം ഭംഗിയാകണം, നമുക്കെല്ലാം ശരിയായി കിട്ടണം, നമ്മൾ വിചാരിക്കണ മാതിരി എല്ലാം ശരിയാകണം. ആ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ചലഞ്ചില്ല, ഒരു വെല്ലുവിളിയില്ല, ഇടുങ്ങിയ വഴിയല്ല, വിജനമായ വഴി, എല്ലാ സൗകര്യങ്ങളുള്ള വഴി. ആ വഴിയല്ല ദൈവത്തിൻ്റെത്. വെൻ യു ആർ ഓൺ യുവർ വേ, abandon that way, go to another way where there is no way. ഒരു വഴിയും കാണാത്ത ഒരു വഴിയിലൂടെ, അതാണ് വഴി. അപ്പോൾ മോശയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാം. എന്നാൽ അതാണ് വഴി. ആ വഴിയിലൂടെ മോശ ചെന്നെത്തിയത് അവസാനം എവിടെയാണ്?
പാപം ചെയ്തിരിക്കുന്നു, കൊലപാതകം ചെയ്തിരിക്കുന്നു, അവിടെ ഓടിപ്പോകേണ്ടി വരുന്നു, ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നുപോയി ചെല്ലുന്നത് അവിടെയാണ് ചെന്നെത്തുന്നത്. ഇതാ മുൾപടർപ്പിന് മുമ്പിൽ കർത്താവിൻ്റെ അഭിഷേകത്തിൽ ചെന്നെത്തുന്നു. അവിടെ നിന്ന് പറയുകയാണ്, നിന്നെ ഞാൻ അയക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരിക്കുന്നതെന്ന് തീരുമാനിക്കണം. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും തിന്മയോടെയോ ദൈവത്തെ പുച്ഛിച്ചുകൊണ്ടോ ദൈവം എന്തിനെന്നെ ഇങ്ങനെ വളർത്തി, ദൈവം എന്തിനെന്നെ ഇതേമാതിരി ചെയ്തു, ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ ദൈവമാണ് സർവോത്കൃഷ്ടൻ. ദൈവത്തിൻ്റെ വിസ്മയനീയമായ കാര്യങ്ങൾ, ആഗ്നേയ സർപ്പങ്ങളുടെയും മരുഭൂമിയിലൂടെയും ദൈവം എന്നെ കൊണ്ടുവന്നത് എന്നെ കരുത്തുള്ളവനാക്കാനാണ്. വരുവിൻ നമുക്ക് സ്തുതിച്ചുകൊണ്ട്, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.